توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوى بألف ألف لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض تحبط أعمالكم وأنتم لا تشعرون. صدق الله العلي العظيم. ومبلغ العلم فيه أنه بشر وأنه خير لله كلهم. ولموت سيدنا ومولانا محمد. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പാക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ ചെയ്യാനും ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാനും അല്ലാഹു വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവതാനി വിരിക്കുന്ന പരിശുദ്ധമായ റബീഇന്റെ സുന്ദര ദിനത്തിൽ പ്രവാചക ഇഷ്കിന്റെ കാവ്യസുധ തീർത്ത ആശിഖ്യങ്ങളായ മഹാന്മാരുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടിപ്പുകഴ്ത്തി തിരുനൂറിനോടുള്ള അദമ്യാനുരാഗത്തിന്റെ പാരമ്യതയിലേക്ക് ലോകത്താകമാനമുള്ള പ്രവാചകാനുരാഗികൾ എത്തിപ്പെടുന്ന പരിശുദ്ധമായ റബീഇന്റെ സുന്ദര സുദിനത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിച്ചാലും പ്രകീർത്തിച്ചാലും മതിയാവുകയില്ല. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ പരിശുദ്ധമായ ആ സുന്ദര ഭൂമിയിൽ അന്തിയുറങ്ങുന്ന ബുസ്രി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട ശറഫുദ്ദീൻ അബി അബ്ദില്ലാഹ് എന്ന മഹാത്മാവ് അവിടുന്ന് പുണ്യഭൂമാനെ പറ്റിയിട്ട് ഇങ്ങനെ പാടിയിട്ട് അവിടുന്ന് പറയുന്നുണ്ട്: വല്ലമൂരിദ് സഖറത ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹറമി. ആരംഭഭൂവായ മദീനയുടെ മലർവനിയിലൂടെ മോചനത്തിന്റെ മലർവാടി വിരിച്ച ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ പ്രഘോഷണങ്ങളുമായി കടന്നു വന്ന ആശിഖുർ റസൂൽ എന്ന അവദാനത്തിൽ എന്ന സുന്ദരമായ നാമധേയത്തിൽ അറിയപ്പെട്ട
മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ് അമിൻ തദക്കുരിജി റാനിൻ ബിസലമി മദജതദം മൻജറാ ബിമുഖലത്തിൻ ബിദമി അംഹബത്തിൻ റിഹുമിൻ തിൽകാഇ കാളിമത്തിൻ വഅൗമൽ ബർഖു ഫിൽ മാഇ ബിഇളമി ിന്റെ താഴ്വാരത്തു കൂടി അടിച്ചു വീശുന്ന മന്ദമാരുതന്റെ തഴുകിത്തടോലേറ്റുകൊണ്ട് പുണ്യഭൂമാന്റെ മധുകൾ പാടി പുകഴ്ത്തി തുടങ്ങിയ ആ സുന്ദരമായ വരികളിലൂടെ കടന്നു പോകുന്ന ഖസീദയിൽ മഹാനവരുകൾ പറയുകയാണ് വലം മുരിദ് സഹറത ദുനിയല്ലതിക് തതഫാ യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഖറമി ഞാൻ പുണ്യഭൂമാന്റെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളുമായി അവിടുത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കാവ്യസുതയിലൂടെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, എന്തെങ്കിലും പാരിതോഷികങ്ങൾക്ക് വേണ്ടിയല്ല. വലം മുരിദ് സഹറത്തല്ലത്തി വലം മുരിദ് സഹറത ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഖറമി. സുഹൈർ എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലെ പാട്ടുകാരനായിരുന്നു. രാജാവിനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുമായിരുന്നു. എന്തിനാണ് സുഹൈർ വർണ്ണിച്ചതെന്നറിയുമോ? രാജാവിനെ പറ്റിയിട്ട് ഇങ്ങനെ പാട്ടുകൾ പാടുന്ന സമയത്ത് രാജാവ് കൊണ്ടുപോയി ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് പാരിതോഷികങ്ങൾ നൽകുമായിരുന്നു. എന്നാൽ യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഖറമി, ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുന്നത് എനിക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് ഭൗതികമായ ലോകത്ത് ഒരു താല്പര്യത്തിനും വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണെന്ന് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ബിമദിൽ മുസ്തഫ തഹിയൽ ഖുലൂബ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഒരാൾ മദ്ഹ് പാടിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ ബിമദിൽ മുസ്തഫ തഹിയൽ ഖുലൂബ്, അയാളുടെ ഹൃദയങ്ങൾക്ക് ജീവൻ കിട്ടും, ഹൃദയം ഉണരും. അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ പിറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പാടുന്ന ഈ മാസത്തിൽ മറ്റുള്ള മാസങ്ങൾക്ക് കിട്ടാത്ത ഒരു പ്രത്യേകമായ ആനന്ദവും ഒരു അഭിരുചിയും ഈമാനികമായ ഉണർവും നമുക്ക് കിട്ടുന്നില്ലേ? കാരണം എന്താണ്? ബിമദിൽ മുസ്തഫ തഹിയൽ ഖുലൂബ്. മാത്രമല്ല മുത്ത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്താൽ ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുകയാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്. ഇമാം ഷറാനിയെ പോലെ, ഇമാം യൂസുഫ് നബഹാനിയുടെ സഅദത്തുൽ ദാറൈൻ, ഇമാം ഷറാനിയുടെ അഫ്ദലുസ് സ്വലവാത്ത് തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ്. വെളിയങ്കോട്ടുകാരനായ ഉമറുൽ ഖാദി റഹിമഹുല്ലാഹ് പുണ്യപ്രവാചകരുടെ പരിശുദ്ധമായ റൗദാ ശരീഫിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് പ്രവാചക പ്രേമത്തിന്റെ കാവ്യസുധ തീർത്ത മഹാനായ ഉമറുൽ ഖാദി പിലങ്കൂതി അവിടെന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ റൗദയിൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ അക്റമൽ ഖുറമാ അലാ അൽഖാമികും നബിയേ, അവിടുത്തെ പരിശുദ്ധമായ വാതിലിന്റെ അടുക്കലേക്ക് ഈ പാവപ്പെട്ടവനായ ഉമർ വന്നിട്ടുണ്ട്. ഉമറുൽ ഫഖീർ എന്നാണ് പറഞ്ഞത്. ഫഖീറായ ഉമർ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ റൗദാ ശരീഫിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മദ്ഹ് പാടിയപ്പോൾ പാറാവുകാരെ കയറ്റിവിടാതിരുന്ന പരിശുദ്ധമായ റൗദാ ശരീഫിന്റെ കവാടം ഓട്ടോമാറ്റിക്കായി തുറന്നുപോയി. ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ആ കറാമത്തിന് മുന്നിൽ. ഇന്നും പരിശുദ്ധമായ ത്വായിഫിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമറുൽ ഖാദിയുടെ പേരിൽ പള്ളിയുണ്ട്. സൗദി അറേബ്യയില് ആ ഉമറുൽ ഖാദിയുടെ പേരിൽ റോഡ് വരെയുണ്ട്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഉംറയ്ക്ക് വേണ്ടി പോയ സമയത്ത് തായിഫിന്റെ തെരുവോരത്തിലേക്ക് ചെന്നപ്പോൾ മസ്ജിദുൽ ഹനൂത്ത് എന്നാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ പള്ളിയുടെ ചാരത്തേക്ക് ചെന്നപ്പോൾ മലബാറുകാരനായ ഉമർ ഖാദിയെ ഓർത്തുപോയി. അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നീ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, സ്വതക്ക ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. എന്നാൽ നീ ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുമ്പോൾ, ആ റസൂലുള്ളാഹിനോട് നീ ഇഷ്ക് വെക്കുമ്പോൾ, നീ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണ് നീ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ, റസൂലുള്ളാഹിനോടുള്ള ഇഷ്കുമായിട്ട് നീ കഴിയുമ്പോ, പുണ്യഭൂമാന്റെ അവതാരങ്ങളും പ്രകീർത്തനങ്ങളും പാടിപ്പുകഴ്ത്തുമ്പോ, ആ റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സിൽ പോയി നീ ഇരിക്കുമ്പോ, ഈ സർവാണ്ട കടാഹങ്ങളെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും െന്ന് മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വൈദേശികാധിപത്യത്തിന്റെ തന്ത്രങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി. ബ്രിട്ടീഷുകാരോട് നിങ്ങൾക്ക് നികുതി തരില്ല, ഇതെന്റെ രാജ്യമാണ്, ഇതെന്റെ അവകാശമാണ്, ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നികുതി തരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വെളിയങ്കോട്ടുകാരനായിരുന്നു, ഖാദിയായിരുന്നു, മമ്പുറം തങ്ങളുടെ ശിഷ്യനായിരുന്നു. ആ മഹാത്മാവ് പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് വെച്ച ആളുകളെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിലെ ഹിസ്റ്ററി ഓഫ് അറബ്സ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തിയത് ആ മഹാനായ പുണ്യപ്രവാചകന്റെ അവതാരങ്ങൾ പാടുമ്പോൾ, പുണ്യപ്രവാചകനെ ഇഷ്ക് വെക്കുമ്പോൾ ഒരു മനുഷ്യന് എത്തുന്ന ആ ഉന്നതമായ ദർജ എത്രയാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ദിവസം മഹാനായ സഅദ് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ നേതൃനിരയിലുള്ള മഹാത്മാവാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഇന്നി ഉഹിബ്ബുക, നബിയേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നബിയേ. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളോട് ചെന്നിട്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണമെന്നാണ് പുണ്യഭൂമാൻ പഠിപ്പിച്ചത്. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സ് വെച്ചുകൊണ്ടൊന്നും നടക്കരുത്. ഇപ്പൊ വല്ല പെണ്ണുങ്ങളോട് ഇഷ്ടം വെച്ചിട്ട് പോയി പറഞ്ഞ് അടി കിട്ടിയ അത് ഉസ്താദ് പറഞ്ഞിട്ടാന്ന് പറയാൻ നിൽക്കണ്ട. ആ ഇഷ്ടത്തിനെ പറ്റി അല്ല അവിടെ പറഞ്ഞത്. അങ്ങനെ അത് മാത്രം ചിലപ്പോൾ കേൾക്കും. ഇത്ര നേരം പറഞ്ഞു ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, ഇത് മാത്രം കേൾക്കും. ഒരു ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അന്യ പെണ്ണിനെ നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞു. ഒറ്റ നോട്ടം നോക്കാമെന്ന് പറഞ്ഞു. ആ ഒറ്റ നോട്ടം നോക്കാൻ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കാന്നല്ല, ഒരു പ്രാവശ്യം നോക്കാൻ ആരാന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നോക്കുമ്പോൾ അത് വേറെ നോട്ടായിട്ട് മാറും. അപ്പൊ എന്നപോലെ ഈ മസാലകളൊക്കെ നമ്മൾ മസാല ആക്കാണ്, അതാണ് പ്രശ്നം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത് ഇഷ്ടമുള്ള ഒരാളിനോട് ഇഷ്ടം പറയാ, അന്യ പെണ്ണുങ്ങളോടല്ല ഇഷ്ടം. ഉമ്മാന് ഇഷ്ടം വെക്കണം, പെങ്ങന്മാരോട് ഇഷ്ടം അത് പറയാ, അന്യ പെണ്ണിനോടുള്ള ഇഷ്ടം പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നബിതങ്ങളോട് വന്ന് ഈ സഹാബി പറയുകയാണ്, ആരാണ്? സഅദ് ഇബ്നു ഖുദാമ. നബിതങ്ങളോട് ഇന്നി ഉഹിബ്ബുക നബിയേ, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ മറു മഅമൻ അഹബ്ബാ, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്ത് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുമ്പോ, ആ മുത്ത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നമ്മൾ വെക്കുമ്പോ അത് വെറുതെ ആകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാത്തിനേക്കാളും ഉപരിയായി സ്നേഹിച്ചത്. എത്രയോ ചരിത്രങ്ങൾ കാണാൻ കഴിയും.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭാഷകനായ ഒരാളുണ്ടായിരുന്നു, ഖതീബുൽ മദീന, ഖതീബ് റസൂലില്ലാഹ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖതീബ്, റസൂലുള്ളാഹിന്റെ പ്രഭാഷകൻ. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പ്രസംഗിക്കാനുണ്ടെങ്കിൽ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസുൽ ശമ്മാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയും, സാബിത്തേ നീ ഒന്ന് പ്രസംഗിക്കണേ. പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ കഴിവുണ്ടാവൂല, എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ടാവൂല, അല്ലെ? പ്രസംഗം, ഓരോ പ്രഭാഷകരുടെ പ്രസംഗം കേൾക്കുമ്പോഴും അത് വ്യത്യസ്തങ്ങളായിരിക്കും. ഒരു വിഷയം തന്നെ നാലാള് പറയുമ്പോഴും അത് വ്യത്യസ്തമായ ശൈലിയിലായിരിക്കും അവതരിപ്പിക്കുക. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. അതേപോലെ ഓരോ വിഷയങ്ങളിലും അല്ലാഹു തആല ചിലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് നൽകും. അതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമില്ല. ചിലർ നിമിഷ കവികളായിരിക്കും. ഒരാളിങ്ങനെ കണ്ട അപ്പം തന്നെ അങ്ങ് പാട്ടുപാടും, അല്ലെ? നിമിഷ കവികൾ. ഇതുപോലെ അള്ളാഹു നൽകുന്ന പല കഴിവുകൾ നൽകുന്ന ആൾ. ചിലരിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടാകും. അത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതന്നെ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അപ്പോ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് എന്ന് പറയുന്ന ഈ മഹാത്മാവ് നന്നായി പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രസംഗിക്കാൻ ഏൽപ്പിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെവിക്ക് ചെറിയ കേൾവി കുറവുണ്ട്. അപ്പൊ ഈ ചെവിക്ക് കേൾവി കുറവുള്ള ആളുകൾ നല്ല ഒച്ചന സംസാരിക്കുള്ളൂ. കാരണം അവർ സംസാരിക്കുന്ന ആ സംസാരം അവരുടെ ഈ ചെവിയുടെ ഡ്രമ്മിൽ പതിക്കുമ്പോൾ അത് അവർക്ക് ആ സമയത്താണ് അത് തിരിച്ചുകൊണ്ട് അവരിലേക്ക് പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ആ സംസാരത്തിന്റെ ഒച്ച മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതറിയാത്തത് കൊണ്ട് നല്ല ഉറക്കെ ചെവി കേൾക്കാത്ത ആളുകൾ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോ ഈ സഹാബി സംസാരിക്കുമ്പോ അല്പം സൗണ്ട് കൂടുതലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ സഹാബി പള്ളിയിൽ എന്നും മുമ്പിൽ വരാൻ, മുമ്പത്തെ സഫിൽ എപ്പോഴും നേരത്തെ എത്തുന്ന ആളാണ്. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ പ്രഭാഷകനാണ്. അങ്ങനെ നബി തങ്ങൾ പള്ളിയിൽ ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ സഹാബിയെ വിട്ടുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് അന്വേഷിച്ച സമയത്ത് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണീരൊറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നിങ്ങൾ പള്ളിയിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? മഹാനവറുകൾ പറയുകയാണ്, കഴിഞ്ഞ ദിവസം വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഇറങ്ങിയല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشكرون يا أيها الذين آمنوا يا സത്യവിശ്വാസികളെ لا ترفعوا أصواتكم നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ താഴ്ത്തുക فوق صوت النبي അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിങ്ങൾ അല്പം ശബ്ദം താത്തി നിങ്ങൾ സംസാരിക്കുക. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങളുടെ ആ ശബ്ദങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചസ്ഥരമായാൽ, അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ശബ്ദത്തിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കജഹരി ബഅദുകും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് സർവ്വാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി. എന്റെ ശബ്ദത്തിന് അല്പം സൗണ്ട് കൂടുതലാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോ എന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. റസൂലുള്ളാഹിയോട് വിഷമം പറഞ്ഞപ്പോ യാ സാബിത്തു ലസ്തു മിൻഹും, സാബിത്തേ നീ അതിൽപ്പെട്ടവനല്ല സാബിത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്തിനോട് ചോദിക്കുന്നു, അമാ തർലാ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ സാബിത്തേ അൻ തഈശ ഹമീദ വതുഖ്തല ഷഹീദ വതദ്ഖുലുൽ ജന്ന? സാബിത്തേ നീ അല്ലാഹുവിനെ
അള്ളാഹുവിന് വേണ്ടി സ്തുതിക്കപ്പെട്ടവനായിട്ട് നീ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീണ്ടും റസൂലുള്ള ചോദിക്കുന്നു, നീ ഷഹീദാകാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് അള്ളാഹുവിന്റെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ സ്വർഗത്തിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങളോട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതിനേക്കാളും വലുത് വേറെ എന്താണ്? മഹാനായ നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ലോകത്ത് കടന്നു വന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു. അദ്ദേഹം ഒരു മുട്ട എടുത്തുകൊണ്ട് കുപ്പിയിലിടുമായിരുന്നു. എന്നിട്ട് ആ കുപ്പിയിൽ ഇട്ടുകൊണ്ട് അത്ഭുതം കാണിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ചില ദ്രാവകങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്തു ചെയ്യും? മുട്ട അത് ഒരു കുപ്പിയുടെ അകത്തേക്ക് കടത്താൻ സാധിക്കും. ഇന്ന് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹം ചെയ്തുകൊണ്ട് അത്ഭുതം കാണിക്കുമായിരുന്നു. എന്നാൽ ആളുകൾ വന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞാൽ അതെടുക്കാൻ പറ്റുമായിരുന്നില്ല. എന്നിങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ താൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തി ചതിപ്രയോഗങ്ങളിലൂടെ കീഴ്പ്പെടുത്തുന്ന മുസൈലിമത്തുൽ കദ്ദാബ് കടന്നു വന്നപ്പോ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു ഈ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്തു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഷഹീദാവുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സൈനികനായ വ്യക്തി അത് സ്വപ്നം കാണുകയാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ സാബിത്ത് ഇബ്നു ഖൈസാണ്. എന്റെ കയ്യിലുണ്ടായിരുന്ന പടയങ്കി അത് കളവ് പോയിട്ടുണ്ട്. ഞാൻ അല്പം കടക്കാരനാണ്. ഇന്ന സ്ഥലത്ത് മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൗണ്ടിലെന്താ പറ്റിയ മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എൻ്റെ അങ്കി എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അത് വാങ്ങണം. അദ്ദേഹം അത് എടുത്തു വച്ചിട്ടുള്ളത് ഒരു മൺചട്ടിയുടെ അടിയിലാണ്. അതിന്റെ മുകളിൽ ഒട്ടകത്തിന്റെ കട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് അതിരിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ടെന്റിൽ പോയിട്ട് ഈ പട്ടാളക്കാരൻ പരിശോധിക്കുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇതിനെ പറ്റിയിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അത് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ടാണ് അറിയിച്ചത്, ഇന്ന വ്യക്തികൾക്കൊക്കെ ഞാൻ പൈസ കടം കൊടുക്കാനുണ്ട്, എന്റെ കടം വീട്ടണം, ഈ അങ്കി വിറ്റിട്ട്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് കടക്കാരായ ആളുകളെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ കടം വീട്ടിക്കൊടുക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ പുലരുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആ സഹാബത്താണ് നമുക്ക് മാതൃക. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ വെച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തവാഫ് പോലും ചെയ്യാതെ മാറി നിന്നു. എന്റെ റസൂലുള്ള തവാഫ് ചെയ്യാതെ, എന്റെ റസൂലുള്ള കഅബാലയത്തിൽ പോയി തവാഫ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് തവാഫ് ചെയ്യുക? എന്റെ റസൂലുള്ളാഹിനെ മുൻകടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മഹാത്മാക്കളൊക്കെ സ്നേഹിച്ചതുപോലെ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. എല്ലാവരെക്കാളും ഉപരി റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നത് വരെ, അത് മാതാപിതാക്കളാണെങ്കിലും ആരാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ടം വരുന്നത് വരെ നമ്മൾ ആരും മുഅ്മിനാകുകയില്ല എന്നുള്ള ആ പരിശുദ്ധമായ ഹദീസിന്റെ അർത്ഥതലങ്ങളെ പറ്റി മനസ്സിലാക്കി എല്ലാത്തിനേക്കാൾ ഉപരി ഹബീബിനോട് മഹബത്തുള്ളവരായി നമ്മൾ മാറണം. ആ നബി തങ്ങൾ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും ധാരാളമായി പാടിപ്പുകഴ്ത്തണം. ആ നബി തങ്ങളുടെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്യണം. നബി തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് കടക്കാൻ സാധിക്കും. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല. അല്ലാഹുവിനെ അനുസരിക്കുക, എന്നെ അനുസരിക്കുക.
റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കുക. ഇതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മൾ നടത്തിയ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ.